ഗൈസ്, അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ വാസത്തിന് ശേഷം നമ്മൾ പട്ടായയോട് യാത്ര പറയുകയാണ്. എല്ലാരും പാക്ക് ചെയ്ത് റെഡിയാണ്. അതെന്നാ ഇവിടെ വല്ല സെറ്റായോ? ഗൈസ്, അങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള വണ്ടി വന്നു. നമ്മുടെ ലഗേജ് എല്ലാം കയറ്റി വെച്ച് വണ്ടിക്കുള്ളിലോട്ട് കയറിയപ്പോൾ ഞെട്ടിപ്പോയി. വണ്ടിയുടെ കിളിയുണ്ട്. പട്ടായ ബാങ്കോക്ക് വണ്ടിയിലെ കിളിയാണ്. അടിപൊളി വണ്ടി കേട്ടോ. കിടിലം വണ്ടി കേട്ടോ. ജോണിയുടെ അഭ്യാസ പ്രകടനങ്ങളാണ് ഇതൊക്കെ. കണ്ടോ എന്തെല്ലാം വൃത്തികേടുകൾ വണ്ടിയെ കാണിക്കാന്ന് വെച്ചാൽ അതെല്ലാം പുള്ളി. ഗൈസ്, അങ്ങനെ യൂട്യൂബിൽ മലയാളം പാട്ടൊക്കെ ഇട്ട് ഹൈവേ കൂടെ 100-120 സ്പീഡിലാണ് ഈ അടിപൊളി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് ടെമ്പിൾ വിസിറ്റാണ്. നമ്മുടെ ബാങ്കോക്ക് ടെമ്പിൾ ഉണ്ട്. അത് ഗോൾഡൻ ബുദ്ധയും മാർബിൾ ബുദ്ധയും ഉണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. ബുദ്ധൻ്റെ സ്വർണ്ണ പ്രതിമ, അതുപോലെ തന്നെ മാർബിൾ ശില്പങ്ങൾ, വിവിധ തരത്തിലുള്ള ബുദ്ധൻ്റെ ഇത് കാണാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വണ്ടി നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ 4 പേര് മാത്രമേ വണ്ടിയല്ലുള്ളൂ, വേറെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരട്ടെ. ഓക്കെ സ്പീഡ്นะസ്പീഡ്แป๊บเดียวTell me ผมไปกดเงินแป๊บนึงเดี๋ยววันสดผมไปกดเงินแป๊บนึงഞാൻ വേഗം കുറച്ച് പണം ഇത് വലിക്കാം. ഓക്കെ ബൈ. അങ്ങനെ ശ്രീതളിയും ട്രാൻസ്ലേറ്റർ വെച്ച് കുറേയൊക്കെ സംസാരിച്ച് നമ്മുടെ ഡ്രൈവറുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്ക് തായ്ലൻഡിലെ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നഗരത്തിൻ്റെതായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ കണ്ടു തുടങ്ങി. അന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെന്തായാലും ബാങ്കോക്കിൽ എത്തിയെന്ന്. അപ്പോൾ ഏകദേശം ഇനിയും വളരെ ചുരുക്കം നിമിഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെല്ലേണ്ട ടെമ്പിളിൻ്റെ അടുത്ത് എത്തും. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ അടുത്ത് എത്തി. ഗൈസ്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ടെമ്പിൾ. 2 ടെമ്പിളുകളാണ് നമുക്കിന്ന് വിസിറ്റ് ചെയ്യാനുള്ളത്. ഒന്നിൻ്റെ പേര് മാർബിൾ ബുദ്ധയെന്നും മറ്റൊന്നിൻ്റെ പേര് ഗോൾഡൻ ബുദ്ധയെന്നുമാണ്. രണ്ടും ബാങ്കോക്കിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടയൊക്കെ ഉണ്ട്, വെയിലായതുകൊണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പിൾ. ഈ ടെമ്പിളിനുള്ളിലാണ് നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമ ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് അകത്ത് കയറി കഴിയുമ്പോൾ കാണാം. ധാരാളം ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ്. പാക്കേജ് ട്രിപ്പിൽ പോകുന്നവർക്കെല്ലാം ഒരു ദിവസം ബാങ്കോക്ക് വിസിറ്റിനകത്ത് ഇതുള്ളതാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ടെമ്പിളിനുള്ളിലേക്ക് കയറുവാണ്. ഇവിടെ വരുമ്പോൾ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. നമുക്ക് ഷോൾഡർ തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൈയില്ലാത്ത ബനിയൻ അങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. അവർ മുമ്പ് തന്നെ പറയും ഈ ഡ്രസ് കോഡ് നമ്മളിവിടെ ഫോളോ ചെയ്യണമെന്ന്. ധാരാളം ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് വളരെ സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഗോൾഡൻ കളറിലുള്ള ബുദ്ധ, ഈ ഒരു ബുദ്ധയല്ല ആക്ച്വലി നമുക്ക് കാണാനുള്ളൂ. ഇനി ഒരെണ്ണം കൂടെ കാണാനുണ്ട്. ഈ ടെമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടെമ്പിളിലേക്ക് പോകുമ്പോൾ അടുത്ത ബുദ്ധനെ കാണാം. ഇത് രണ്ടും ഗോൾഡൻ രൂപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. വളരെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, ഒരു വൈബാണ് ഇവിടെ. നമുക്ക് പ്രേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ധാരാളം ആൾക്കാർ ഇന്ത്യയിൽ നിന്നൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കുന്നതിനുണ്ട്. അതിന് മോൾ ഭാഗവും ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരുമാതിരി ചിത്രപ്പണികളും ഇതിൻ്റെ ഫ്ലോറും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനകത്തൊക്കെ താല്പര്യമുള്ള ആൾക്കാർ അതുകൂടെ കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചാണ്. അങ്ങനെ ധാരാളം ആൾക്കാർ ഇങ്ങനെ വന്നും പോയും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. നമ്മളവിടെ നിന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതൊരു അമ്പലം പോലെ ചുറ്റും ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധൻ്റെ വിവിധ തരത്തിലുള്ള പോസ്റ്റേഴ്സ്, അതായത് പുള്ളി ഇപ്പം നിൽക്കുന്നത്, ഇരിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനനിരതനായി ഇരിക്കുന്നത്, അങ്ങനെ വിവിധ തരത്തിലുള്ള ബുദ്ധൻ്റെ ശില്പങ്ങൾ. നമ്മൾ ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോകുമ്പം 100 കണക്കിന് ശിവലിംഗങ്ങൾ ഇങ്ങനെ കാണുന്ന കണക്ക് അതിന് ചുറ്റും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. അപ്പോൾ ഇതിൻ്റെ ഓരോ ശില്പത്തിനും സൈഡിലായിട്ട് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ തായ് ഭാഷയിലും 2-3 ലാംഗ്വേജിൽ ഈ പോസ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നും ഇത് ഏത് സമയത്താണ് ബുദ്ധൻ ഇങ്ങനെ ഇരുന്നെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ വായിച്ചു നോക്കി. എന്നിട്ട് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 കെട്ട് ആ ഒരു സെറ്റപ്പിൽ, 4 കെട്ടല്ല 8 കെട്ട് എന്ന് പറയാൻ പറ്റും, അത്ര വലുപ്പത്തിലാണ് ഈ അമ്പലം ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്.
നല്ല രസമുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ്, ഒരു ചൈനീസ് സ്റ്റൈൽ ആർക്കിടെക്ചറാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്. എനിക്ക് ഈ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് വലിയ നോളജൊന്നും ഇല്ല. ഇതിനെന്തെങ്കിലും ഒരു പേര് കാണും തീർച്ചയായിട്ടും. അത് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇങ്ങനെ ഒരു ബുദ്ധൻ്റേതായിട്ടുള്ളൊരു പ്രതിമയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതിന് പുറത്തേക്ക് ഇറങ്ങി, അമ്പലം എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട്. നമ്മളൊക്കെ ഇന്നലെയൊന്നും സമയം കൂടുതലൊന്നും ഉറങ്ങാഞ്ഞുകൊണ്ടൊക്കെ നല്ല മടുപ്പാണ് സത്യം പറഞ്ഞാൽ. ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതിയെന്നും പറഞ്ഞാണ് നമ്മുടെ അളിയന്മാരിരിക്കുന്നത്. അതുമാത്രമല്ല എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ പതിയെ പുറത്തേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഏർപ്പാടാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു ടെമ്പിൾ ഒരു ട്രസ്റ്റിൻ്റെ കൂടെയാണ്. ആ ട്രസ്റ്റാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അവരുടെ സ്കൂളൊക്കെ അപ്പുറം നമുക്ക് കാണാൻ പറ്റും. ആ നമ്മളിപ്പോൾ കാണാത്ത ടൈപ്പ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ചീമപ്പുലി, ഇരുമ്പം പുളി അതെ. നാട്ടിൽ നല്ല പുളി കിട്ടുമല്ലോ ഇവിടെ വരെ വന്നേ. അതെ 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 അതെ. നമ്മൾ ഈ കഠിനമായ ചൂടിൽ അവിടെ പോകണോ? അടുത്ത ടെമ്പിളിൽ പോകാനായിട്ടൊരു മടിയുള്ളതുകൊണ്ടാണ് ശ്രീതളിയൻ ട്രാൻസ്ലേറ്റർ വെച്ച് ഈ ചൂടത്ത് അവിടെ പോകണമെന്നൊക്കെ ചോദിച്ചത്. എന്നാലും നമ്മുടെ ടൂറുകാരൻ നമ്മളെ അവിടോട്ട് കൊണ്ടുപോവാണ്. അതാണ് എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ളൊരു ടെമ്പിൾ. അങ്ങനെ നമ്മളെ ടെമ്പിളിൻ്റെ പരിസര പ്രദേശത്തെത്തി നമുക്കുള്ള ടിക്കറ്റൊക്കെ നമ്മുടെ ഡ്രൈവർ പോയി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ ടെമ്പിളിലേക്ക് നടക്കുവാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ആ ടെമ്പിൾ. ഇത് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മണ്ടക്കോട്ട് പോകേണ്ട സെറ്റപ്പാണ്. മുമ്പേ പോയത് അമ്പലം പോലെ അല്ല. ഇവിടെയും ധാരാളം വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയും പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രദേശത്തൊക്കെ ധാരാളം ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇവിടെ അന്നദാനം പോലുള്ള സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ചെറിയ ടെൻറ്റുകളൊക്കെ അടിച്ച് അവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പതിയെ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലോട്ട് ചെല്ലുമ്പം ഓരോ ഇത് കയറി ചെല്ലുമ്പോഴും അവിടെ ഇങ്ങനെ അവിടുത്തെ എനിക്ക് തോന്നുന്നു രാജാവിൻ്റെ പടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓരോ അവിടുത്തെ നിർമ്മിതിയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും തായ് ലാംഗ്വേജിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൊരു അക്ഷരം പോലും നമുക്ക് എന്തായാലും വായിക്കാൻ അറിയത്തില്ല. അങ്ങനെ ചിത്രപ്പണികളും അത് അവിടെയുള്ള സംഭവങ്ങളും ഒക്കെ കണ്ട് നമ്മൾ പതിയെ മണ്ടയ്ക്കോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ മണികളിങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. നമുക്കത് തിരിച്ചു വരുമ്പോൾ മണിയൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും അപ്പുറത്തെ സൈഡിലുണ്ട് അതുപോലെ തന്നെ. അങ്ങനെ നമ്മളിതിന് ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് പതിയെ അമ്പലത്തിനുള്ളിലേക്ക് കയറി. ഇവിടെ അമ്പലത്തിനുള്ളിൽ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ അലൗഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ബുദ്ധനെ നമ്മൾ കണ്ടു. നമ്മൾ മുമ്പേ കണ്ടതും ഏകദേശം ഇതുപോലെ തന്നെയുള്ള ഒരു ബുദ്ധ പ്രതിമയാണ്. ബുദ്ധൻ്റെ ആശയങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ ലോകത്തിൽ എത്രത്തോളം പ്രചാരം ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ടൂറുകളൊക്കെ പോകുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഇന്ത്യക്ക് വെളിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതലായിട്ട് ബുദ്ധൻ്റെ ചിന്തകൾക്കൊക്കെ പ്രചാരം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ധാരാളം വിദേശികളും മറ്റുമൊക്കെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ വീണ്ടും ചെന്നപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ ചിത്രപ്പണികളും ആർക്കിടെക്ചറും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഒരു വലിയൊരു ടെമ്പിൾ, മലയൊക്കെ കയറി പോകുന്ന ശബരിമലയൊക്കെ പോലുള്ളൊരു ടെമ്പിളിൽ ചെന്നെത്തുന്ന ഒരു ഫീലാണ്. ധാരാളം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയും കവാടത്തിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ചിത്രപ്പണികൾ എല്ലാം ഗോൾഡൻ ആയിട്ടുള്ള ഒരു കളറിലാണ്. ഗോൾഡ് പൂശിയതായിരിക്കാം, ഗോൾഡ് ആയിരിക്കാം, അറിയത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കണ്ട് നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ആദർശലയെ മണി അടിച്ചുകൊണ്ടിരിക്കുന്നു. ആദർശലയിലും വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട്. അതിനകത്തൊക്കെ പുള്ളിയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ പുള്ളിക്കാരൻ ഇടാറുണ്ട്. പുള്ളി എന്നപ്പം അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുക. എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ശ്രീതളിയനൊക്കെ. ബാങ്കോക്ക് സിറ്റിയിലെത്തിയതിൻ്റെതായിട്ടുള്ള സർവ്വ തിരക്കുകളും നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വളരെ റഷായിട്ടുള്ളൊരു സിറ്റിയാണ് ബാങ്കോക്ക് സിറ്റി. അതുകൊണ്ട് അവിടെ നമ്മളെപ്പോൾ പോയാലും ബ്ലോക്കുകൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ബ്ലോക്കുകൾക്കിടയിൽ കൂടെ നമ്മുടെ ഡ്രൈവർ നമ്മളെ പതിയെ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിക്കുവാണ്. നമ്മൾ ഇന്ന് രാത്രിയിലും കൂടെ ഇവിടെ സ്റ്റേ ഉള്ളൂ ബാങ്കോക്ക് സിറ്റി. ഫുഡ് പോയെന്ന് തോന്നുന്നു. മിക്കവാറും വേറെ വല്ലൊരു മേടിച്ചോ.
എവിടെ റൂമിലുണ്ടോ? നോക്കാം. ഗേസ്, നമ്മൾ ഇത്തവണ താമസിക്കാൻ വന്നിരിക്കുന്ന ഈ ഹോട്ടൽ എനിക്ക് ധാരാളം റൂമുകളുള്ളൊരു ഹോട്ടലാണ്. നമ്മുടെ റൂമുള്ള ഫ്ലോറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറേ ദൂരം നമുക്ക് നടക്കേണ്ടി വരും നമ്മുടെ റൂമിലോട്ട്. ഞാൻ ഇതിനു മുമ്പ് തായ്ലൻഡിൽ വന്നപ്പം ഏകദേശം 400 റൂമുകളുള്ളൊരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റൂമിലോട്ട് ചെന്ന് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പണിയാണ്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് നമ്മൾ വന്ന് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളിയൊരു റൂം. അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ടും സിറ്റിയിലായതുകൊണ്ടും ഇന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കാനായിട്ടുള്ള പദ്ധതിയിലായിരിക്കും മിക്കവാറും എല്ലാവരും. ഉറക്കമൊക്കെ കണക്കായിരിക്കും. അതുപോലെ തന്നെ നാളെ രാവിലെ നമുക്ക് സിറ്റി പ്രോഗ്രാമുണ്ട്. നമുക്ക് 2 സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇന്നലെ കഴിച്ചപ്പോ ഇതുവേ ഇല്ലായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ വരും. അപ്പോൾ ആദർശ് ബ്രോ, നമ്മുടെ ട്രിപ്പിൽ ഇത്ര ദിവസം നമ്മൾ പട്ടായലായിരുന്നു. നമ്മൾ ഇന്നിപ്പം ബാങ്കോക്ക് സിറ്റിയിൽ വന്ന് താമസിക്കുകയാണ്. ഇനിയിപ്പോൾ 7 മണിയായി കഴിഞ്ഞാൽ പിന്നെ ബാത്ത് ഇറക്കണം, അല്ലാതെ പറ്റത്തില്ല. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ വെളിയിലെല്ലാം ഒന്ന് കാണണം. ഇത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പൊക്കെ? അടിപൊളിയായിരുന്നു. തകർത്തെന്ന് വെച്ചാൽ അതിലപ്പുറമായിരുന്നു. ആണല്ലേ, പൊളിച്ചടുക്കി. ഇനി അപ്പോൾ അടുത്ത വർഷം ലീവ് കിട്ടിയാൽ നാട്ടിലോട്ട് വരത്തില്ല, ജർമ്മനിയിൽ നിന്ന് വേറെ രാജ്യത്തൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് എന്താ? അത് ചിലപ്പം അറിയത്തില്ല. അപ്പോഴത്തെ ഒരു മൂഡ് പോലെ ആണല്ലേ. മൂടാക്കണം കേട്ടോ, വരത്തുള്ള അടുത്ത വർഷം. ഞങ്ങളിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ചായ കുടിക്കാനായിട്ടിരിക്കുവാണ്. സലാം നമസ്തേ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ചായ കുടിച്ച് പതിയെ ഷോപ്പിങ്ങിന് പോകണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പതിയെ ഇറങ്ങിയിരിക്കുവാണ്. അങ്ങനെ ബാങ്കോക്ക് സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന സിറ്റിക്കുള്ളിൽ തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നേരെ ഓപ്പോസിറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ റമദ ഹോട്ടൽ കണ്ട്. റമദ നമ്മൾ കേട്ടിട്ടുള്ള പേരായതുകൊണ്ട് തന്നെ വളരെ കൗതുകമായിരുന്നു. അങ്ങനെ ബാങ്കോക്ക് സിറ്റിയുടെ തിരക്കിനുള്ളിൽ കൂടെ നമ്മൾ നടന്നു. പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, ഇത് നമ്മുടെ ട്രാക്കിലൂടെ വണ്ടി ഓടിക്കുന്നത്. ഇതിന് എന്താ പറയുന്നത്? ഗോ കാർട്ടിങ്ങോ അങ്ങനെ കണ്ടല്ലേ ഇതിന് പറയുന്നത്. ആ രീതിയിലുള്ള വണ്ടികൾ ഓടിക്കുന്ന ഒരു ട്രാക്ക് ഇവിടെ കണ്ടു. നമുക്കിവിടെ ഒന്നും കയറാനായിട്ട് സമയം ഉണ്ടായിരുന്നു. ഇതെല്ലാം കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോകത്തുള്ളായിരുന്നു. കാരണം നമ്മുടെ ട്രിപ്പിലെ ലാസ്റ്റ് നൈറ്റാണ് ഇന്ന്. നമുക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു പരിപാടി മിച്ചം കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. നമ്മൾ പ്ലാറ്റിനം മാൾ എന്ന് പറയുന്നൊരു മാൾ അന്വേഷിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദിര മാർക്കറ്റ്, അതുപോലെ തന്നെ ഇന്ദിര മാള്, ഇങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ നടന്ന് വളരെ സുന്ദരമായിട്ടുള്ള ബാങ്കോക്ക് സിറ്റിയിലൂടെ പ്ലാറ്റിനം മാളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ഏകദേശം 7:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. 8 മണിയാകുമ്പോൾ ഈ പ്ലാറ്റിനം മാളിലെ ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഇതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഷോപ്പുകൾ ഓപ്പൺ ആണോ എന്ന് ഇവിടുന്ന് അടയ്ക്കുന്നവരെ ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അന്നപ്പോഴാണ് നമ്മളൊരു സംഭവം കണ്ടത്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇട്ടുകൊണ്ട് നടന്ന ഷൂ ഇവിടെ വന്ന 3000 രൂപയ്ക്ക് മാസ്റ്റർ ക്വാളിറ്റി സാധനം. ഇന്ത്യൻ മണി 3000 രൂപ, ഇവിടുത്തെ 1000 രൂപ അല്ലേ? ഇവിടുത്തെ 1000 രൂപ. ഏത് ബ്രാൻഡാണ് അത്? ഒനിറ്റ്സുക ടൈഗർ, ജപ്പാനിൻ്റെ ഉള്ളു. അങ്ങനെ ഏകദേശം പ്ലാറ്റിനം മാളിൽ നിന്ന് എല്ലാവരും ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുവാണ്. പല പല ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാങ്കോക്ക് സിറ്റിയിൽ പോയി താമസിക്കുകയാണ്, ഷോപ്പിങ്ങിന് വേണ്ടി പ്ലാറ്റിനം മാളിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെ പോയിക്കോളുക. 8 മണിയാകുമ്പോൾ ഇത് അടയ്ക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ ഏകദേശം തീർത്ത് കുറച്ച് വാച്ചസൊക്കെ നോക്കുവാണ്. ശ്രീതളീനും നമ്മുടെ ആദർശും നന്ദും എല്ലാം കൂടെ. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ തീർത്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊന്നും കാര്യമായിട്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതിൽ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ പിന്നെയും തിരിച്ച് റൂമിൽ സാധനങ്ങളെല്ലാം വെക്കാൻ പോകണം. അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ധാരാളം തരത്തിലുള്ള വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ്സ് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുവാണ്. നമ്മുടെ ഈ തട്ടുകടകളൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് വെറും വൃത്തിയായി നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നാളെ രാവിലെ ഇതിലേ വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പുകളൊന്നും നമുക്ക് ചിലപ്പോൾ ഇവിടെ കാണാൻ പറ്റത്തില്ല. അതായിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, എന്തെല്ലാം തരത്തിലുള്ള ഫുഡുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക്
പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതൊന്നും കഴിക്കാനായിട്ടുള്ള സമയമില്ല. കാരണം നമ്മൾ ഇതൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ടൈമിനെ അത് കാര്യമായിട്ട് ബാധിക്കും. വിവിധ തരത്തിലുള്ള ഫുഡുകൾ അതിൻ്റെ എല്ലാം മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഫുഡുകളുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട് ഇതിൽ എന്തെങ്കിലും കഴിക്കണമെന്ന്. പക്ഷേ അത് കഴിക്കാനുള്ള സമയമില്ല. നമ്മൾ അവിടെ നിന്ന് പതിയെ ഇന്ദിരാ മാർക്കറ്റിലോട്ട് നമ്മൾ പോകാനായിട്ട് തയ്യാറെടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഈ തിരക്കേറിയ ബാങ്കോക്ക് സിറ്റിയിൽക്കുള്ളിൽ കൂടെ നടന്ന് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതലും ആൾക്കാർ ഈ ബാങ്കോക്കിലുള്ള വൈകുന്നേര സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു പക്ഷേ ഈ ബാങ്കോക്ക് സിറ്റിയുടെ ഒരു ചെറിയ പ്രദേശം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു രാത്രി മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഫ്രീ ആയപ്പോൾ തന്നെ വൈകുന്നേരം 6 മണി 7 മണിയായി. ഇനിയിപ്പോൾ രാവിലെ നേരം വെളുക്കുന്നിടം വരെ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റുമോ അതൊക്കെ നമുക്ക് കാണാം. ഇത് റോഡിൻ്റെ മുകളിൽ കൂടെ ഉള്ള ഒരു ഫുട്പാത്ത് എന്ന് പറയാൻ പറ്റും. നമുക്ക് മുകളിൽ കൂടെ പോകാനുള്ള ബ്രിഡ്ജാണ് ആൾക്കാർക്ക് നടന്നു പോകാനായിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടെ കയറി മുകളിൽ നിന്ന് അന്തം വിട്ടുപോയി സത്യത്തിൽ ബാങ്കോക്ക് സിറ്റിയിലെ രാത്രിയിലത്തെ ട്രാഫിക്ക് കണ്ടപ്പം. ഇന്നെന്തായാലും അതുകൊണ്ട് നമ്മൾ ട്രാഫിക്ക് നോക്കാനൊന്നും പോയില്ല. നമ്മളങ്ങനെ നടന്ന് അടുത്ത മാർക്കറ്റിൻ്റെ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കി എന്തുമാത്രം സാധനങ്ങളാണ് വിൽക്കാനിട്ടിരിക്കുന്നത്. കിലോമീറ്റർ കണക്കിന് ചെറിയ ചെറിയ ഗലികളിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 1 മണി 2 മണി വരെയുണ്ട്. ആ ഷോപ്പിംഗ് കഴിഞ്ഞ് രാത്രി തന്നെ ആ ചെറിയ ചെറിയ ഗലികളെല്ലാം അവർ ക്ലോസ് ചെയ്ത് പിറ്റേ ദിവസം അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നതെന്ന് പോലും തോന്നാത്ത രീതിയിലായിരിക്കും പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത്. എല്ലാവർക്കും എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള പ്ലാനുണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം 0 ലഗേജിലാണ്, ഹാൻഡ് ബാഗ് മാത്രമായിട്ടാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ എല്ലാവരും 15, 20, 25 കിലോ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ബാഗ് നിറയ്ക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കാരണം നമ്മൾ കുറച്ച് പൈസയൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടാണല്ലോ ആ പൈസയൊക്കെ ഒട്ടുമുക്കാലും എല്ലാവരുടെയും മിച്ചം ഇരിക്കുകയാണ്. ഇതൊക്കെ ചിലവാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എന്തെല്ലാം സാധനങ്ങളാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നോക്കിയാൽ നമ്മൾ അടിപൊളി കരിമ്പ് ജ്യൂസ്, ആ ജ്യൂസ് നല്ല അടിപൊളിയായിട്ടുള്ള പ്രസൻറ്റേഷൻ, നല്ല ബോട്ടിലാക്കിയാണ് നമുക്ക് കുടിക്കാൻ തരുന്നത്. നമ്മളവിടുത്തെ പോലെ ഗ്ലാസ്സിലല്ല, ആ ബോട്ടിലുമായിട്ട് നമുക്ക് കൊണ്ട് നടന്ന് കുടിച്ചങ്ങ് പോവാം. അപ്പോൾ അതാണ് ഇങ്ങനെ എല്ലാം വെറൈറ്റി ആയിട്ടാണ് സംഭവം നമുക്ക് തോന്നുന്നത്. അങ്ങനെ ശ്രീതളയും കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ട് റൂമിൽ കൊണ്ട് വെക്കണം. ഡിന്നർ ഞങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉറക്കം ഇവരുടെ കൂടെ കൂടിയതുകൊണ്ട് മിക്കവാറും നടക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം അടിച്ചു പൊളിക്കാനായിട്ടുള്ള പ്ലാനായിരിക്കും. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ ഏകദേശം ഒരു സൈഡ് പൂർത്തിയാക്കി. പിന്നെ 7-Eleven വന്നിരിക്കുകയാണ്. 7-Eleven രാത്രി ഫുള്ളുണ്ട്. 7-Eleven നിന്നും കുറച്ച് പ്രോഡക്റ്റ്സ് മേടിക്കണം. അങ്ങനെ മേടിച്ച് റൂമിൽ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ രാത്രിയിൽ ഇറങ്ങി കഴിഞ്ഞ് നോക്കി ഏകദേശം സമയം എത്രയാണെന്ന് നോക്കിയാൽ 3:30 ആയി. സമയം 3:30 ആയി. ബാങ്കോക്ക് സിറ്റി കണ്ടില്ലേ, സിറ്റി എല്ലാം സ്റ്റോപ്പായി. ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ 3:30 സമയത്ത്. നോക്കി എന്ത് അടിപൊളിയാണ്. നാളെ രാവിലെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഈ ലാസ്റ്റ് നൈറ്റാണ് ഈ ട്രിപ്പിലെ ബാങ്കോക്കിലെ. ഇതോടുകൂടി ഈ വീഡിയോ സീരീസ് തീരുന്നില്ല. നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഇനിയും 1-2 വീഡിയോസ് കൂടെ വരാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി 1-2 വീഡിയോ ഇനിയും വരാനുണ്ട് ബാങ്കോക്ക് ട്രിപ്പിൻ്റെ. അപ്പോൾ ആ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.